നമസ്കാരമുണ്ട്. ഡോൺ ബുക്സിനെ സംബന്ധിച്ചോളം ഏറെ സന്തോഷമുള്ള വാർത്തയാണ് മഴതോരും മുമ്പേ എന്ന് പറയുന്ന ബൃഹത്തായ ജോയ്സ് എഴുതിയ നോവൽ പുസ്തകമാക്കുക എന്നുള്ളത്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം വരുന്നതെന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ. ഈ 3 ഭാഗങ്ങളിൽ ഇപ്പോൾ ആളുകൾ ചോദിച്ചു, ഇപ്പോൾ 3 ഭാഗങ്ങൾ തമ്മിൽ അറിയുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം വായിച്ച ശേഷം രണ്ടാമത്തെ ഭാഗം വരുന്ന സമയത്ത് ഈ ഒന്നാമത്തെ ഭാഗം ഇല്ലാത്തവർ എന്ത് ചെയ്യും? നമ്മൾ ഒന്നാമത്തെ ഭാഗവും രണ്ടാമത്തെ ഭാഗവും മൂന്നാമത്തെ ഭാഗവും വാങ്ങി വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നിരുന്നാലും നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിൽ തീർന്നു കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗം തുടങ്ങുമ്പോൾ ആദ്യ ഭാഗത്തിൻ്റെ സംക്ഷിപ്തമായ ഒരു കഥാസാരം ഇതിൽ ചേർക്കും. പക്ഷെ അതുകൊണ്ട് നോവലിൻ്റെ എല്ലാ അതിൻ്റെ അന്തസത്ത മുഴുവൻ ഇതിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു കഥാസാരമായിരിക്കണമെന്നില്ല. എന്നിരുന്നാലും നമ്മളത് ചേർക്കും. അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലും അത് ചേർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അധ്യായങ്ങളായിരിക്കും വരുന്നത്. ഇപ്പോൾ സാധാരണ നിലയ്ക്ക് 1, 2, 3 ഭാഗങ്ങൾ വരുന്ന പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ ഇപ്പം 80 അധ്യായമാണെങ്കിൽ അടുത്ത ഭാഗത്തിൽ വീണ്ടും 1 എന്നാണ് തുടങ്ങുന്നത്. നമ്മൾ അങ്ങനെയല്ല. രണ്ടാമത്തെ ഭാഗത്തിൽ 81 എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. തീരുന്നതായി 242ഓളം വരുന്ന ചാപ്റ്ററുകളായിരിക്കും തീരുന്നത്. എന്തായാലും ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുസ്തകമായി നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിന് വേറെ ഒരു തർക്കങ്ങളൊന്നും വരാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു വലിയ മാറ്റം. ഇത്തരം ജനപ്രിയ സാഹിത്യത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പുസ്തകങ്ങൾ വലിയ ഒരു പേജോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇത് ജനപ്രിയ വാരികകളും ജനപ്രിയ സാഹിത്യവും ഇഷ്ടപ്പെടുന്ന, ഈ നോവലിനെ ഇഷ്ടപ്പെടുന്ന, ജോയ്സിയെ ഇഷ്ടപ്പെടുന്നവർ ഈ പുസ്തകം സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരോടും ഈ പുസ്തകത്തിൻ്റെ പ്രീ ബുക്കിങ്ങിൽ പങ്കാളികളാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.